ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏജ് പ്രോബ്ലംസ് ആണ്. അപ്പോൾ എന്താണ്, ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഏജ് പ്രോബ്ലംസ് വരുന്നതെന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകൾക്കും വീഡിയോകൾക്കുമായിട്ട് മാജിക് ബുക്ക് എന്നതിന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെൽ ഐക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എയുടെയും ബിയുടെയും വയസ്സുകൾ തമ്മിലുള്ള അംശബന്ധം 7:2 ആണ്. വയസ്സുകളുടെ തുക 81 ആയാൽ എയുടെ വയസ്സ് എത്ര? ഇവിടെ പറഞ്ഞിരിക്കുന്നത് രണ്ടുപേരുടെ പ്രായങ്ങൾ തമ്മിലുള്ള അംശബന്ധമാണ് തന്നിരിക്കുന്നത്. അതായത് എയും ബിയും ഇവരുടെ പ്രായങ്ങൾ തമ്മിലുള്ള അംശബന്ധം എന്ന് പറയുന്നത് 7:2 7:2 ആണ്. ഇനി ഇവരുടെ പ്രായങ്ങൾ തമ്മിൽ കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് 81 ആയിരിക്കും. അതാണ് രണ്ടാമത്തെ ക്ലൂ. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്താണ്? എയുടെ പ്രായമാണ്. അപ്പം നമുക്ക് ഇത്രയും തന്നേക്കുന്ന കാര്യങ്ങൾ നമ്മൾ എഴുതുക. ആദ്യം എന്താണ്? അനുപാതമാണ് തന്നേക്കുന്നത് 7:2 എന്ന്. അതിൽ രണ്ടുപേരുടെയും പ്രായം നമുക്ക് ഇങ്ങനെ എഴുതാം: 7x 2x. 7:2 ആണ് ഏജ് എങ്കിൽ അവരുടെ രണ്ടുപേരുടെ ഏജ് നമുക്ക് 7x എന്നും 2x എന്നും നമുക്ക് എഴുതാൻ പറ്റും. അടുത്ത എന്താണ് പറഞ്ഞേക്കുന്നത്? ഇവരുടെ പ്രായങ്ങൾ തമ്മിൽ കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് 81 ആണ്. അത് ഇത് കൂട്ടി നോക്കുക, കിട്ടുന്ന ഉത്തരം 81. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? 9x എന്നാക്കി എടുക്കാം. 7x plus 2x 9x. 9x ആണ് 81. x എന്ന് പറയുന്നത് 81/9. എക്സിന്റെ വില 9 എന്ന് കിട്ടി. ഇനി 9, ഈ 9 എടുത്ത് രണ്ടിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓരോ എയുടെയും ബിയുടെയും പ്രായം നമുക്ക് കിട്ടും. അപ്പോ 9 നമ്മള് 7 into x, 7 into 9 എത്രയാണ്? 63. 7x എത്ര കിട്ടും? 7 into 9 63 എന്ന് കിട്ടും. നമുക്ക് ചോദിച്ചേക്കുന്നത് എന്താണ്? എയുടെ പ്രായമാണ്. അന്നേരം എയുടെ പ്രായം 7 into x, 7 into 9 63 എന്ന് നമുക്ക് കിട്ടും. അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 6 ഇരട്ടിയാണ്. അവരുടെ വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം 30 ആണ്. എങ്കിൽ അച്ഛന്റെ വയസ്സ് എത്ര? വളരെ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ. അപ്പോ നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ അന്നേരം എന്തൊക്കെയാണ് ക്വസ്റ്റ്യന് തന്നേക്കുന്നത് എന്ന് നോക്കുക. ഇവിടെ രണ്ടുപേരുടെ പ്രായങ്ങളുടെ ക്ലൂ തന്നിട്ടുണ്ട്. ഒന്ന് അച്ഛന്റെ പ്രായം, പിന്നെ ഒന്ന് മകന്റെ പ്രായം. അച്ഛന്റെ പ്രായം മകന്റെ പ്രായത്തിനേക്കാൾ 6 ഇരട്ടി വലുതാണ്. ഇപ്പോ മകന്റെ പ്രായം നമ്മൾ എക്സ് എന്ന് എടുക്കുകയാണ്. ഇപ്പോ നമ്മള് സൺ, ഏജ് ഓഫ് ദ സൺ എക്സ് നമ്മൾ എടുത്തു. അന്നേരം അച്ഛന്റെ പ്രായം എന്തെടുക്കാം? അതിന്റെ 6 ഇരട്ടിയാണല്ലോ. അന്നേരം ഫാദർ 6x എന്ന് നമ്മൾ എടുത്തു. അന്നേരം ഏജ് ഓഫ് ദ സൺ എക്സ്, ഏജ് ഓഫ് ദ ഫാദർ എന്താണ്? 6x. അപ്പോ ഇവരുടെ ഏജുകൾ തമ്മിലുള്ള വ്യത്യാസമാണ് രണ്ടാമത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. വ്യത്യാസം എത്രയാണ്? 30 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം എന്താണ്? 6x മൈനസ് എക്സ് ആണ് 30 എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോ 6x മൈനസ് എക്സ് ആണ് 30. 5x 30 എന്ന് എഴുതാം. എക്സ് എന്തായിരിക്കും? 30/5 6 എന്ന് കിട്ടും. ഇനി മൂന്നാമത്തെ ചോദ്യം നമ്മൾ നോക്കുക. അവിടെ എന്താണ് ചോദിച്ചേക്കുന്നത്? അച്ഛന്റെ പ്രായമാണ് ചോദിച്ചേക്കുന്നത്, ഇല്ലേ? അന്നേരം ഏജ് ഓഫ് ദ ഫാദർ ഈക്വൽ ടു 6x എന്നാണ് തന്നേക്കുന്നത്. ഇപ്പൊ എക്സ് 6 ആണ്. എക്സ് 6 എന്താണ്? മകന്റെ പ്രായമാണ്. അപ്പൊ എക്സ് 6 ആണെങ്കിൽ ഫാദറിന്റെ പ്രായം 6x ആണ്. 6 into 6 ആണ്. അതിന് 6 into 6 എന്ന് പറയുന്നത് എത്ര കിട്ടും? 36. നമുക്ക് ചോദിച്ചേക്കുന്നത് എന്താണ്? അച്ഛന്റെ പ്രായമാണ്. അതിന് അച്ഛന്റെ പ്രായം എന്താണ്? 36 ആണ്. അമ്മയുടെയും മകളുടെയും വയസ്സുകളുടെ ശരാശരി 36. അവരുടെ വയസ്സുകളുടെ അനുപാതം 5:1 എങ്കിൽ 6 വർഷങ്ങൾക്ക് ശേഷം അവരുടെ വയസ്സിന്റെ അനുപാതം എത്ര? ഇപ്പൊ ലെങ്തി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. അമ്മയുടെയും മകളുടെയും പ്രായത്തിന്റെ ശരാശരിയാണ് തന്നേക്കുന്നത് ആദ്യം. അന്നേരം അമ്മയുടെയും മകളുടെയും പ്രായത്തിന്റെ ശരാശരി 36 ആണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ തന്നേക്കുന്നത് എന്താണ്? ഈ അമ്മയുടെയും മകളുടെയും പ്രായത്തിന്റെ
അനുപാതം റേഷ്യോ ആണ് തന്നേക്കുന്നത്. അത് 5:1 ആണെന്ന് തന്നിട്ടുണ്ട്. അതാണ് രണ്ടാമത് പറഞ്ഞേക്കുന്നത്. പിന്നീട് പറഞ്ഞേക്കുന്നത് എന്താണ്? 6 വർഷം കഴിഞ്ഞാൽ ഇവരുടെ പ്രായങ്ങളുടെ 6 വർഷം കൂടെ കഴിയുമ്പോൾ ഇവരുടെ പ്രായത്തിന് അനുപാതം എന്തായിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം പറഞ്ഞേക്കുന്ന കാര്യം എടുക്കാം. ഇവരുടെ പ്രായത്തിന്റെ ശരാശരി 36 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അന്നേരം നമുക്ക് ശരാശരി നമ്മളൊരു ക്ലാസ് ഇട്ടിട്ടുണ്ട്. അതിന് ശരാശരിയുടെ ഒരു ഫോർമുല നമ്മൾ പഠിച്ചായിരുന്നു. ഇപ്പൊ രണ്ടുപേരുടെ പ്രായത്തിന്റെ ശരാശരി നമുക്ക് എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം? ഒരാളുടെ പ്രായം എടുത്ത് അടുത്ത ആളുടെ പ്രായമായിട്ട് എന്ത് ചെയ്യുക? കൂട്ടിയിട്ട് എത്ര പ്രായങ്ങളാണ് ഇപ്പോൾ ഉള്ളത്? 2 പ്രായങ്ങളല്ലേ ഉള്ളത്. അതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇപ്പൊ അമ്മയുടെ പ്രായം പ്ലസ് മകളുടെ പ്രായം ബൈ 2 ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 36 എന്ന് പറയുന്ന ഒരു വാല്യൂ കിട്ടുന്നത്. ഇപ്പോ അമ്മയുടെ പ്രായം പ്രായവും മകളുടെ പ്രായവും എക്സും വൈ ആണെന്ന് വിചാരിക്കാം. അതിന് ഈ എക്സും വൈയും കൂടെ കൂട്ടുമ്പോൾ നമുക്കൊരു സമ്മ് കിട്ടുമല്ലോ. ബൈ 2 ആണ് 36 എന്ന് പറയുന്ന ആൻസർ. അന്നേരം ഇവിടെ ഒരു സമ്മുണ്ട്. അമ്മയുടെയും മകളുടെയും പ്രായം കൂട്ടുമ്പോൾ കിട്ടുന്ന എന്താണ്? ഒരു സമ്മാണ്. ആ സമ്മ് ബൈ 2 ആണ് എന്ത്? 36 എന്ന് പറയുന്നത്. അന്നേരം അമ്മയുടെയും മകളുടെയും പ്രായത്തിന്റെ സമ്മ് നമുക്ക് ഇതിൽ നിന്ന് കണ്ടെത്താൻ പറ്റും. സം ഈക്വൽ ടു 36 ഇൻറ്റു 2 72 എന്ന് നമുക്ക് കിട്ടും. അതായത് അമ്മയുടെയും മകളുടെയും പ്രായത്തിന്റെ സമ്മ് എന്ന് പറയുന്നത് എന്താണ്? 72 ആണ്. അപ്പൊ 5:1 അനുപാതമാണെങ്കിൽ അവരുടെ ഏജ് എങ്ങനെ എടുക്കാം? 5x എന്ന് നമുക്ക് എടുക്കാം. അന്നേരം ഈ 2 പ്രായങ്ങളും കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് 72 എന്ന് പറയുന്ന ആൻസർ കിട്ടുന്നത്. അന്നേരം 5x പ്ലസ് എക്സ് ആണ് നമുക്ക് 72 എന്ന് കിട്ടുന്നത്. അതായത് 6x ആണ് 72. എക്സ് എന്ന് പറയുന്നത് 72/6 12 എന്ന് കിട്ടും. അപ്പോ എക്സ് 12 എന്ന് കിട്ടും. എക്സ് ആണ് നമ്മൾ ഇവിടെ മകളുടെ പ്രായമായിട്ട് എടുക്കുന്നത്. 5x ആണ് അമ്മയുടെ പ്രായമായിട്ട് എടുക്കുന്നത്. അന്നേരം എക്സ് 12 ആണെങ്കിൽ 5x എന്ന് പറയുന്നത് 5 × 12 60. അന്നേരം 60 ആണ് അമ്മയുടെ പ്രായം, 12 ആണ് മകളുടെ പ്രായം. ഇനി 6 വർഷം കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവരുടെ പ്രായങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവുമല്ലോ. നമുക്ക് ചോദിച്ചേക്കുന്നത് എന്താണ്? 6 വർഷം മുന്നോട്ട് പോയാൽ ഇവരുടെ പ്രായങ്ങൾ തമ്മിലുള്ള അനുപാതം എന്തായിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 6 വർഷം കഴിയുമ്പോൾ ഇവരുടെ പ്രായങ്ങൾ എന്തൊക്കെയായിട്ട് മാറും? ഇപ്പൊ അമ്മയുടെ പ്രായം 60 ആണ്. 6 വർഷം കഴിയുമ്പോൾ അമ്മയുടെ പ്രായം 66 ആവും. ഇനി മകളുടെ പ്രായം 6 വർഷം കൂടെ മുന്നോട്ട് പോകുമ്പോൾ എന്തായിട്ട് മാറും? 12 + 6 18 ആയിട്ട് മാറും. ഇനി നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇവ രണ്ടും തമ്മിലുള്ള അനുപാതമാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 66/18. 66/18 എന്താണ്? നമുക്ക് 6 വെച്ച് ക്യാൻസൽ ചെയ്യാം. 11/3 എന്നൊരു ആൻസർ നമുക്ക് കിട്ടും.